ഭീകരാക്രമണം നടന്ന പിറ്റേ ദിവസം കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ ഭർത്താവ് റോബർട്ട് വധേര പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി, പാകിസ്ഥാൻകാരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും. ആ വിഡ്ഢി കൂഷ്മാണ്ഡം പറഞ്ഞത് കാശ്മീരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. ഈ ലോകത്ത് ആരും കാശ്മീരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ എതിരാളികൾ പോലും പറഞ്ഞിട്ടില്ല. കാശ്മീരിൽ ഇത്രയും കാലം പീഡിപ്പിക്കപ്പെട്ടത് കാശ്മീരി പണ്ഡിറ്റുകളാണ്, ഹിന്ദുക്കളാണ്. അവരെ കൂട്ടത്തോടെ അവിടുന്ന് ആട്ടി ഓടിച്ചു, കൊലപ്പെടുത്തി, വംശഹത്യ നടത്തി. അവർ ദില്ലിയിലെയും ജമ്മുവിലെയും നഗരങ്ങളിൽ മോദി സർക്കാർ വരുന്നത് വരെ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് കഴിഞ്ഞത്. അതിനെക്കുറിച്ചുള്ള എത്രയോ വലിയ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം കാശ്മീരിൽ പണ്ഡിറ്റുകൾ നേരിടുന്ന ദുരവസ്ഥയെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ പലതവണ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ നേതാവ് രാജകുമാരൻ പറയുകയാണ്, മുസ്ലിങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഭീകരവാദികൾ പഹൽഗാമിൽ വന്ന് നമ്മുടെ വിനോദയാത്രികരെ അതിദാരുണമായ അശ്വിനിയോട് പറഞ്ഞതുപോലെ മനുഷ്യത്വരഹിതമായി കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ പ്രസ്താവനയാണ്. അത് നമ്മുടെ തൊട്ട അടുത്ത അയൽവാസി നമ്മുടെ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്താണ് അദ്ദേഹം പറഞ്ഞത്? സിദ്ധരാമയ്യ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയത്. ഈ ഭീകരാക്രമണത്തെ അപലപിക്കുന്നതിന് പകരം പാകിസ്ഥാൻ നമ്മുടെ ഒരു അയൽ രാജ്യം മാത്രമാണ് എന്നുള്ള നിലയിൽ, ഒരു ശത്രു രാജ്യമല്ല എന്നുള്ള സന്ദേശം കൃത്യമായിട്ട് ജനങ്ങൾക്ക് നൽകി. കർണാടകത്തിലെ വേറൊരു മന്ത്രി പറഞ്ഞു, നമ്മുടെ അയൽ രാജ്യത്തെ ആക്രമിക്കരുത്. നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്ന പാകിസ്ഥാനെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ അവർ തയ്യാറില്ല. എന്നാൽ പാകിസ്ഥാൻ അനുകൂലമായിട്ട് അവർ സംസാരിക്കുന്നു. പല രാഷ്ട്രീയ നേതാക്കളും, നമ്മുടെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് മണിശങ്കർ അയ്യർ, ജയറാം രമേശ്, ഇങ്ങനെ ഒരുപാട് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടിയുടെയും നേതാക്കളുടെ അവരുടെ ഉള്ളിലിരിപ്പ് ഈ ഭീകരാക്രമണം നടന്നപ്പോൾ പുറത്തു വന്നു. പിണറായി വിജയന്റെ കാര്യവും അത് തന്നെയാണ്. ഈ രാജ്യത്തെക്കാൾ കൂറ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാ കാലത്തും ശത്രു രാജ്യങ്ങളോടാണ്. പാകിസ്ഥാനെ അവർ അനുകൂലിക്കുന്നു. കാരണം ചൈന പാകിസ്ഥാനും ഒരു കൂട്ടുകെട്ടാണ്. ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇന്ത്യയും US-ഉം ജപ്പാനും ജർമ്മനിയും എല്ലാം ചേർന്ന് എന്ന് പരസ്യമായി പ്രസ്താവന നടത്തിയ ആളാണ് നമ്മുടെ പാർട്ടിയുടെ CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബി പറയുന്നത് ട്രംപിനെ നമ്മൾ എല്ലാവരും ചേർന്ന് ശരിപ്പെടുത്തണമെന്നാണ്. അപ്പൊ അവരുടെ ഉദ്ദേശം ചൈനയെ സഹായിക്കുക, ചൈനയുടെ സഖ്യകക്ഷിയായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുക, അതുവഴി കേരളത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പരിശ്രമിക്കുക. ഇതാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഇവിടെ തുടരുന്നത്. CPM-ന്റെ നിലപാട് ഈ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടല്ല. ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ വളർത്തുന്ന നിലപാടാണ്. വെറുതെ പറയുന്നതല്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പാകിസ്ഥാൻ കവലയുണ്ടോ? നമ്മുടെ കേരളത്തിലുണ്ട്. 47-ൽ മതത്തിന്റെ പേര് പറഞ്ഞ് ഈ രാജ്യം വെട്ടിമുറിച്ച് ജനലക്ഷങ്ങളെ കൊന്നൊടുക്കി ഈ രാജ്യം മുഴുവൻ കലാപമുണ്ടാക്കിയ ദുരാശവാദികളെ, പാകിസ്ഥാൻ ചാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പാലക്കാട് നഗരത്തിൽ ഒരു പാകിസ്ഥാൻ കവലയുണ്ട്. കൊല്ലം നഗരത്തിൽ ഒരു പാകിസ്ഥാൻ മുക്കുണ്ട്. മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ ഇവിടെ റോഡുകൾ, ഡോക്ടർ എഡ്ഗേവാറിന്റെ പേരിൽ ഒരു സ്കൂളിന് പേരിടാൻ തീരുമാനിച്ചപ്പോൾ ഇവരെല്ലാം ബഹളമാണ്. പക്ഷെ മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ ഇവിടെ റോഡുകളുണ്ട്, പാകിസ്ഥാൻ കവലകളുണ്ട്, പാകിസ്ഥാൻ മുക്കുകളുണ്ട്. പാക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരെ താലോലിക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരു മതനിരപേക്ഷ ചിന്താഗതിയാണ് നമ്മുടെ രാജ്യം പുലർത്തുന്നത്. എല്ലാ പൗരന്മാർക്കും ഇന്ത്യയിൽ തുല്യമായിട്ടുള്ള അവകാശങ്ങളാണ്.
പാർലമെന്റ് വഖഫ് ഭേദഗതി നിയമം പാസാക്കി. കേരളത്തിൽ വലിയ സമരങ്ങൾ നടന്നു. ആരാ നടത്തിയത്? ജമാഅത്തെ ഇസ്ലാമി, സോളിഡാരിറ്റി, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFIയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPI, അവർ വലിയ സമരങ്ങൾ കേരളത്തിൽ നടത്തി. ആരാണ് അതിന്റെ പ്രചാരകന്മാരായിട്ട് ഇവിടെ വന്നത്? കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടന്ന ജമാഅത്തെ ഇസ്ലാമി ആസൂത്രണം ചെയ്ത പ്രതിഷേധ റാലിയിൽ ബ്രദർഹുഡിന്റെ സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിക്കപ്പെടും. ആരാണ് ബ്രദർഹുഡ്? അത് ജനിച്ച ഈജിപ്തിൽ പോലും നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയെ വധിച്ച സംഘടനയാണ്. സൗദി അറേബ്യ നിരോധിച്ചിട്ടുള്ള സംഘടനയാണ്. ജർമ്മനിയും ജപ്പാനും അമേരിക്കയും അടക്കം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽപ്പെടുത്തി നിരോധിച്ച ബ്രദർഹുഡിന്റെ തലവന്, സ്ഥാപകന് കേരളത്തിൽ ഇവിടെ പ്രകടനങ്ങളിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കും. ഹമാസിന്റെ തലവൻ കേരളത്തിലെ എല്ലാ പ്രകടനങ്ങളിലും വലിയ ചിത്രങ്ങളായിട്ട് വരുന്നു. മലപ്പുറത്ത് നടന്ന റാലിയിൽ ഹമാസിന്റെ തലവൻ നേരിട്ട് ഓൺലൈനായിട്ട് പങ്കെടുത്തു. ഒരു നടപടിയും സർക്കാർ എടുത്തില്ല. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടിയെയും എതിർക്കാൻ തയ്യാറാവുന്നില്ല. പാകിസ്ഥാന്റെയും ജിന്നയുടെയും പേരിലുള്ള സ്ഥലനാമങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഹമാസ് തലവൻ സംസാരിക്കുമ്പോൾ കേസെടുക്കുന്നില്ല. ബ്രദർഹുഡിന്റെ സ്ഥാപകന്റെയും ഹമാസ് തലവന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുന്നില്ല. ഇവിടെയെല്ലാം വോട്ട് ബാങ്ക് താല്പര്യം മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, കർണാടക മുഖ്യമന്ത്രി പരസ്യമായി പാകിസ്ഥാനെ അനുകൂലിക്കുന്നു. എന്നിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും എന്താ പൊട്ടിക്കാത്തത് ചോദിച്ചോളൂ. എന്താ പാകിസ്ഥാനിൽ പൊട്ടിക്കാത്തത്? പാകിസ്ഥാനിൽ പൊട്ടിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും പാർട്ടിയുടെ മുഖ്യമന്ത്രി പറയുകയാണ്, പാകിസ്ഥാനെതിരെ ഒന്നും ചെയ്യരുത്. സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ പോലും അംഗീകരിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിലപാടാണോ നിങ്ങൾ എടുക്കുന്നത്? അപ്പൊ ഇത് വളരെ ഇരട്ടത്താപ്പ് സമീപനമാണ്. ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഒരു വിഭാഗം ആളുകളുടെ വോട്ട് സ്വാധീനിക്കാൻ ഈ രാജ്യദ്രോഹം പറഞ്ഞാൽ സാധിക്കുമെന്നുള്ള ഒരു ധാരണയിലാണ് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത്. കേരളത്തിൽ, കർണാടകത്തിലടക്കം കോൺഗ്രസ് ചെയ്യുന്നതും CPM കേരളത്തിൽ ചെയ്യുന്നതും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. കർണാടകയിലാണെങ്കിൽ കോൺട്രാക്ടർമാർക്ക് പോലും സംവരണം കൊടുത്തിരിക്കുക. ഇതുവരെ കേൾക്കാത്ത കാര്യമാണ്. കോൺട്രാക്ടർമാർക്ക് എന്താ ജാതിയുള്ളത്? സർക്കാർ കോൺട്രാക്ട് എടുക്കുമ്പോൾ കെട്ടിവെക്കേണ്ട കാശ് മുസ്ലിങ്ങൾക്കാണെങ്കിൽ 4% സംവരണം, അവർ 4% റിസർവേഷൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തിരിക്കുക. നമ്മുടെ ഭരണഘടന മതപരമായിട്ടുള്ള ഒരു റിസർവേഷനും അംഗീകരിക്കുന്നില്ല. റിസർവേഷൻ ഹിന്ദു സമൂഹത്തിലെ അടിസ്ഥാന പിന്നോക്ക ജാതിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷെ കർണാടക ഗവൺമെന്റ് മതപരമായ സംവരണം കൊടുക്കുന്നു. കേരളത്തിൽ മതപരമായ സംവരണമുണ്ട്. കേരളത്തിൽ തീവ്രവാദികളെ അഴിച്ചുവിട്ടിരിക്കുകയാണ്, വർഗീയ ശക്തികളെ താലോലിക്കുകയാണ്. അതിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തി തീർത്ത് കളയാമെന്നുള്ള രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. ഇത് ദേശീയ ചിന്താഗതിയുള്ള ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ നാടിനെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 30% വോട്ടർമാർ ഒരു പ്രത്യേക സമുദായത്തിലായി പോയി എന്നുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രീയമെല്ലാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് ഈ നാടിനോട് കൂറില്ല. അവർ ഈ രാജ്യം വളരുന്നതിൽ ദുഃഖിക്കുന്നവരാണ്. രാഹുൽ ഗാന്ധി എപ്പോഴെല്ലാം വിദേശ രാജ്യത്ത് പോകുന്നുണ്ടോ അപ്പോഴെല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട് പറയാണ് ഇന്ത്യയിൽ ജനാധിപത്യമില്ല, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുകയാണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യുകയാണ്, രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ്, മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കാണുന്നത്. നോക്കൂ, ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് അമേരിക്കയിലും മറ്റും പോയി ഇങ്ങനെയുള്ള പ്രചരണമാണ് നടത്തുന്നത്. ഈ പ്രചരണമല്ല ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഏറ്റെടുക്കുന്നത്. കാശ്മീരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് റോബർട്ട് വാദ്ര പറയുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരായിട്ട് കണക്കാക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു.
മോദി തെരഞ്ഞെടുപ്പിലെല്ലാം ജയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കൃത്രിമം കാണിച്ചിട്ടാണെന്ന് പറയുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള വിശ്വാസം, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ജനാധിപത്യമാണ് ഇന്ത്യയിൽ. ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യം ജനാധിപത്യം അട്ടിമറിച്ചാണ് അധികാരത്തിൽ വരുന്നത് എന്ന് പറയുന്നു. ഈ രാജ്യത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും രാഹുൽ ഗാന്ധി അട്ടിമറിക്കുന്നു. നല്ല കാര്യം എന്ത് സർക്കാർ ചെയ്താലും അതിനെതിരായിട്ട് വിദേശത്ത് പോയിട്ട് അഞ്ചാം പത്തികളുമായിട്ട് ചേർന്ന് പ്രചാരണം നടത്തുന്നു. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ എല്ലാ വിധ്വംസക ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നു. JNUവിൽ ആസാദി, കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് തുക്കടെ ഗാങ് നടത്തുന്ന സമരത്തിന് മലയാളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് പിന്തുണ നൽകുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന വർഗീയ കലാപങ്ങളുടെ പേരുകൾ അന്വേഷിച്ചു ചെന്നാൽ നിർഭാഗ്യവശാൽ അത് കേരളത്തിലേക്കാണ് എത്തുന്നത്. തഹാവൂർ ആണ് നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ. അദ്ദേഹത്തെ പിടിച്ചുകെട്ടി മോദി ഇന്ത്യയിലെത്തിച്ചപ്പോ NIA ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് ആദ്യം അവർക്ക് കിട്ടുന്നത്? മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് 16 ദിവസം മുമ്പ് അദ്ദേഹം കൊച്ചിയിൽ വന്നിരുന്നു. സമാനമായ ഭീകരാക്രമണം കേരളത്തിലും നടത്താൻ തീരുമാനിച്ചിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് എവിടെ ഭീകരാക്രമണം നടന്നാലും അതിന്റെ വേരുകൾ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ മലയാളക്കരയിലാണ്, കേരളത്തിലാണ്. തഹാവൂറാണ് ചോദ്യം ചെയ്യാൻ കൊച്ചിയിൽ കൊണ്ടുവരണം എന്നാണ് NIA ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ജബൽപൂരിൽ ഭീകരാക്രമണം ഉണ്ടായി, കേരളത്തിലാണ് ഗൂഢാലോചന നടന്നത്. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിലും മലയാളികളുടെ പങ്ക് സംശയിക്കപ്പെടുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ പ്രവർത്തിച്ച ചില ആളുകളെ പിന്നീട് മധ്യപ്രദേശിൽ നിന്ന് മലയാളികളായിട്ടുള്ള ആളുകളെ പിടിച്ചു. PFI നിരോധനത്തിന് ശേഷം കേരള പോലീസ് അറിയാതെ NIA വന്ന് നിരവധി ആളുകളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. PFI നിരോധനത്തിന് ശേഷവും കേരളത്തിൽ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു. തൊട്ടടുത്ത് മംഗലാപുരത്ത് അതിഭീകരമായിട്ടുള്ള കൊലപാതകം കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നു. അപ്പോ ഈ ഒരു ചെയിൻ, വളരെ ശക്തമായ ഒരു നെറ്റ്വർക്ക് മതഭീകരവാദ സംഘടനകളുമായി ചേർന്ന് കോൺഗ്രസും CPM-ഉം അടക്കമുള്ള പാർട്ടികൾ ഇവിടെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. കാതലായ പ്രശ്നമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആവശ്യങ്ങളല്ല. ഈ രാജ്യത്തിന്റെ ശത്രുക്കളായി കണ്ട് അവർക്ക് തിരിച്ചടി കൊടുക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം എടുക്കുന്നു. ഭീകരവാദികൾക്കെതിരെ സംസാരിക്കുന്നതിന് മുസ്ലിം വിരുദ്ധമായിട്ട് ചിത്രീകരിക്കുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? മതഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുന്നത്? അപ്പോ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഭീകരവാദം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടി വക്കാലത്ത് പറയാനെത്തുന്നത് മതേതരത്വം പറയുന്ന കോൺഗ്രസും CPM-ഉമാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. കേരളം വലിയൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. എല്ലാ മതഭീകരവാദികൾക്കും ഇവിടെ ഇഷ്ടം പോലെ വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുമ്പോൾ അവരെ സഹായിക്കുന്നു. കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് SDP-യുമായിട്ട് ചേർന്നിട്ട് അവർ ഭരിക്കുന്നു. എത്രയെത്ര മുനിസിപ്പാലിറ്റികളിൽ അവർ ഒരുമിച്ച് ഭരിക്കുന്നു. എത്രയെത്ര ഗ്രാമപഞ്ചായത്തുകളിൽ അവർ ഒരുമിച്ച് ഭരിക്കുന്നു. എല്ലാ തരത്തിലും അവർക്ക് പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുന്നു. ഭീകരവാദികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. അവർക്ക് വെള്ളവും വളവും കൊടുക്കുന്നത് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കേരളം അടിയന്തരമായി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം. പാകിസ്ഥാൻ പൗരന്മാരെ അടിയന്തരമായി ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കണം. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച തീരുമാനം നടപ്പിലാക്കാനുള്ള ബാധ്യത കേരള ഗവൺമെന്റിനുണ്ട്, കേരള പോലീസിനുണ്ട്. ആ തീരുമാനത്തിന് മുമ്പിൽ അടയിരിക്കാൻ യാതൊരു അവകാശവും അവർക്കില്ല. ഇത് സർക്കാരിനെ ഓർമ്മിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ പാക് അനുകൂലികളെ, പാകിസ്ഥാൻ തീവ്രവാദികളെ തൃപ്തിപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ ഉണ്ടാവും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.
പറഞ്ഞു. എനിക്ക് 2 സഹോദരന്മാരാണ്, അവിടെയുള്ള 2 മുസൽമാന്മാരാണ് എന്റെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ എത്രമാത്രം ഇവിടെ ഈ ഭാരതത്തിൽ യഥാർത്ഥത്തിൽ മതേതരത്വം നടപ്പിലാക്കുന്ന അവർ എല്ലാവരും RSS കുടുംബങ്ങളാണ്, യഥാർത്ഥ BJP-ക്കാരാണ്. ആ BJP കുടുംബങ്ങൾ പോലും ഞങ്ങളുടെ 2 സഹോദരന്മാർ യഥാർത്ഥത്തിൽ അവിടുത്തെ മുസൽമാന്മാരാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ മതേതരത്വം എല്ലാ അർത്ഥത്തിലും രൂപത്തിലും ഭാവത്തിലും നടപ്പിലാക്കുന്നത് BJP ആണോ അതോ ഇവിടുത്തെ കോൺഗ്രസ് ആണോ CPM ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പഹൽഗാം സംഭവം സംഭവിച്ചതിന് ശേഷം ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെയും റോബർട്ട് വധേരയുടെയും MA ബേബിയുടെയും ഒക്കെ പ്രസ്താവനകൾ കാണുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇവിടെ ഇതിനെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എന്ന് എന്റെ വാക്കുകൾ ശ്രവിക്കുന്ന കോൺഗ്രസ് അനുഭാവികളോ CPM അനുഭാവികളോ ഇവിടെ ഉണ്ടെങ്കിൽ അവരവരുടെ ചിന്താധാരയിൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിനെതിരെ ശബ്ദിക്കുവാൻ, ഇതിനെതിരെ ഇവിടുത്തെ ജനങ്ങളെ ഉദ്ബോധനാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ധർണാ സമരത്തോടു കൂടി യഥാർത്ഥത്തിൽ ഇവിടുത്തെ സർക്കാരിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും മൂടുപടം പിച്ചി ചീത്തപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഞാൻ അതുകൊണ്ട് പറയുന്നു, ഇവിടെ അനധികൃതമായി ഇവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അധികാരികൾ അവരെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള ആർജവം അവർ കാണിക്കണം. അങ്ങനെ കാണിച്ചില്ല എങ്കിൽ ബംഗാളിൽ ഇന്ന് സംഭവിക്കുന്നത് പോലെ എല്ലാ സ്ഥലത്തും വഖഫ് ബില്ലിനെതിരെ വളരെ സമാധാനപരമായ പ്രതിഷേധം ഉയർന്നപ്പോൾ ബംഗാളിൽ മാത്രം അവിടെ കൂട്ടക്കുരുതി നടത്തി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ബംഗാളികളല്ല, അവിടെ ബംഗ്ലാദേശികളാണ് അവിടെ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ആ ബംഗാളിന്റെ അനുഭവം നിങ്ങൾക്കൊരു പാഠമായിക്കൊണ്ട് ഇവിടെ നിന്ന് അനധികൃതമായി കുടിയേറി പാർത്ത എല്ലാ പാകിസ്ഥാനികളെയും, എല്ലാ മുസൽമാന്മാരെയും എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ പാകിസ്ഥാനികളെയും തിരിച്ചയക്കുവാനുള്ള ആദ്യവും കേരള സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ അധികാരികളും കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവവും മുന്നേറും. ഈ ധർണാ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, BJP-യുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി ML അശ്വിനി, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, മുൻ ജില്ലാ അധ്യക്ഷൻ രവിചന്ദ്രി കുണ്ടാർ, അഡ്വക്കേറ്റ് KK നാരായണൻ, അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി, V. രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, N. ബാബുരാജ്, PR സുനിൽ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ നമസ്കാരം. വളരെ വിഷമത്തോടുകൂടിയും വളരെ ദുഃഖത്തോടുകൂടിയുമാണ് BJP ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏപ്രിൽ മാസം 22-ാം തീയതി പഹൽഗാമിൽ നടന്ന പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണം, ആ ആക്രമണത്തെ തുടർന്ന് ഭാരതത്തിലെ ഒട്ടനവധി പൗരന്മാരുടെ ജീവൻ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായ വളരെ ദയനീയമായ ഒരവസ്ഥ. അതേ തുടർന്ന് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ പാക് പൗരന്മാരെയും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടത്തി പാകിസ്ഥാനിലേക്ക് വിടണമെന്ന ഉത്തരവ് ഇറക്കിയിട്ടും എന്തുകൊണ്ടോ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും നിയമപാലകരും അത് കാര്യക്ഷമമായി നടപ്പിലാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് BJPക്ക് ഇന്ന് കേരളത്തിലെ 30 ജില്ലകളിൽ, സംഘടനാ ദൃഷ്ടിയിലുള്ള 30 ജില്ലകളിൽ ഇതുപോലെയുള്ള ധർണാ സമരങ്ങൾ നടത്തേണ്ടുന്ന ഒരു സാഹചര്യം
വന്നു ഭവിച്ചത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായ 1947 മുതൽ 47 ഓഗസ്റ്റ് 14 മുതൽ ഭാരതവും ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യമാക്കി ഈ അഖണ്ഡ ഭാരതത്തെ വെട്ടിമുറിച്ച അന്നു മുതൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി കാശ്മീരിനെ ചൊല്ലിയുള്ള ഭീകരവാദ ആക്രമണം. പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നു വന്നുകൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാരെ കൊല്ലുന്ന ജമ്മു കാശ്മീർ പോലുള്ള ഒരു സംസ്ഥാനത്തിലെ സാധാരണക്കാരുടെ ജനജീവിതത്തെ തകർക്കുന്ന, സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുന്ന, വിദ്യാഭ്യാസവും ബിസിനസ്സും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും, അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കുന്ന തലത്തിലുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനപരമായിട്ടുള്ള ഒട്ടനവധി നടപടികൾ. ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന സർക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന സർക്കാർ അതിനെ കാര്യക്ഷമമായി ചെറുക്കാത്തതിന്റെ അനന്തരഫലമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം ഇന്നും നമുക്ക് അന്യാധീനപ്പെട്ടുകൊണ്ട് പാക് ഒക്കുപൈഡ് കാശ്മീരായിക്കൊണ്ട് അസ്വസ്ഥതകളുടെ വിളനിലമായി മാറിയ ഒരു സാഹചര്യം. നമ്മുടെ രാജ്യത്തിന് നേരെ അങ്ങനെയുള്ള വെല്ലുവിളികൾ വന്ന സമയത്ത്, യുദ്ധം നടന്ന സമയത്ത്, ചൈന നമ്മളെ ആക്രമിച്ച സമയത്തടക്കം പുല്ലുപോലും മുളക്കാത്ത തരിശുഭൂമി നമുക്ക് ആവശ്യമില്ല എന്ന നിലപാടെടുത്ത ഒരു കാലഘട്ടത്തിൽ നമ്മെ ഭരിച്ച കേന്ദ്ര സർക്കാർ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള, നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്ന് ചെയ്തു വെച്ചതിന്റെ അനന്തരഫലമാണ് ഏറ്റവും അവസാനം നമ്മുടെ ഈ ഏപ്രിൽ മാസം 22-ാം തീയതി പകൽഗാമിൽ നടന്ന സംഭവം. അങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപാടി. 2008-ൽ നമ്മുടെ രാജ്യത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ബോംബെയിൽ നടന്ന ഭീകരവാദി ആക്രമണം. ആ ആക്രമണത്തിലൊക്കെ അക്രമകാരികളോട് ചില കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയല്ലാതെ അതിന് പ്രേരണയേകിയ, അതിന് സാമ്പത്തിക സഹായം നൽകിയ, അതിന് പരിശീലനം നൽകിയ, അതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്ത പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ അതിർത്തി രാജ്യം ജന്മം കൊണ്ടൊന്നു മുതൽ നമ്മുടെ രാജ്യത്തെ ശത്രുവായി പ്രഖ്യാപിച്ച ഒരു രാജ്യം, ആ രാജ്യത്തിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിച്ചില്ല എന്നതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ ഈ അക്രമത്തെ തുടർന്നുകൊണ്ട് പാകിസ്ഥാൻ പൗരന്മാരെ അടക്കം ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന പ്രഖ്യാപനം വന്നിട്ടും നിലപാടെടുക്കാത്ത കേരള സർക്കാരും ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും നിയമപാലകരും ഒന്നോർത്ത് വെച്ചാൽ നല്ലത്, 2008-ൽ ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയല്ല ഇന്ന് രാജ്യം ഭരിക്കുന്നത്. 2008-ൽ ഈ രാജ്യം ഭരിച്ച മുന്നണിയുമല്ല ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു അക്രമം ഉണ്ടാകാത്ത രീതിയിൽ തക്കതായ മറുപടി നൽകാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി നടക്കുന്ന സമരം സൂചനയാണെന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് കർശനമായ നടപടികൾ എടുക്കുന്നതിൽ നിന്നും നിങ്ങൾ പിന്നോട്ട് പോയാൽ ശക്തമായ സമരമാർഗങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബിജെപിയുടെ സമാരാധ്യനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഈ ധർണാ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ധർണാ സമരത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി അശ്വനി MLനെ ഈ ധർണയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള, ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ, കാസർഗോഡ് ജില്ലയിലെ ബിജെപിയുടെ മുതിർന്ന നേതാവുമായിട്ടുള്ള ശ്രീ രവി ശരന്ദ്രി കുണ്ടാർ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബിജെപിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ബാലകൃഷ്ണ ഷെട്ടി, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബിജെപിയുടെ മുൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള വി രവീന്ദ്രൻ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ബിജെപിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സതീഷ് ചന്ദ്ര ഭണ്ഡാരി അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ തന്നെ ബിജെപിയുടെ കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് കെ നാരായണൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ എത്തിയിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള സവിത ടീച്ചർ അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ എത്തിയിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള PR സുനിൽ, N ബാബുരാജ് എന്നിവരെയും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളെയും മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മുതലായ ഭാരവാഹികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ധർണാ സമരത്തിൽ അധ്യക്ഷ പദം അലങ്കരിക്കുവാൻ വേണ്ടി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി ML ലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നു. भारत माता की, भारत माता की. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಇವತ್ತು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸಮಿತಿಯ ನೇತೃತ್ವದಲ್ಲಿ ಧರಣಿ ಏನು ಆಯೋಜಿಸಿದ್ದೇವೆ. ಭಾರತದಿಂದ ಪಾಕಿಸ್ತಾನದ ಪೌರರನ್ನು ಭಾರತದಿಂದ ಒದ್ದು ಓಡಿಸಬೇಕು ಅಂತ ಹೇಳುವಂತಹ ಒಂದು ನಿಟ್ಟಿನಲ್ಲಿ ನಾವು ಇವತ್ತು ಮಾಡ್ತಾ ಇರುವಂತದ್ದು ಈ ಪ್ರತಿಭಟನೆಯನ್ನು ಉದ್ಘಾಟನೆ ಮಾಡಲಿಕ್ಕೆ ಬಂದಿರುವಂತಹ ನಮ್ಮ ಮಾಜಿ ರಾಜ್ಯಾಧ್ಯಕ್ಷರು ಶ್ರೀ ಕೆ ಸುರೇಂದ್ರನ್ ರವರೇ, ಪಾರ್ಟಿಯ ಸಂಸ್ಥಾನ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ಅಡ್ವೊಕೇಟ್ ಶ್ರೀಕಾಂತ್, ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಮಾಜಿ ಜಿಲ್ಲಾಧ್ಯಕ್ಷರು ಶ್ರೀ ರವಿಶಂಕರಿ ಕುಂಟಾರವರೇ, ಮಾಜಿ ಜಿಲ್ಲಾಧ್ಯಕ್ಷರು ಶ್ರೀ ಅಡ್ವೊಕೇಟ್ ಬಾಲಕೃಷ್ಣರವರೇ, ಮಾಜಿ ಜಿಲ್ಲಾಧ್ಯಕ್ಷರು ಶ್ರೀ ರವೀಂದ್ರನ್ ರವರೇ, ಸ್ಟೇಟ್ ಕಮಿಟಿ ಮೆಂಬರ್ ಸತೀಶ್ ಚಂದ್ರ ಭಂಡಾರಿ ರವರೇ, ಸವಿತಾ ಟೀಚರ್ ಅವರೇ, ಹಿರಿಯರಾದಂತಹ ಕೆ ನಾರಾಯಣ್ ರವರೇ, ಹಾಗೆ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸಮಿತಿಯ ಆಫೀಸ್ ಬೇರರ್ಸ್, ಅದೇ ರೀತಿ ಮಂಡಲ ಪ್ರೆಸಿಡೆಂಟ್, ಮಂಡಲ ಜನರಲ್ ಸೆಕ್ರೆಟರಿನವರೇ, ಪಾರ್ಟಿಯ ವಿವಿಧ ಜವಾಬ್ದಾರಿಯನ್ನು ವಹಿಸಿದಂತಹ ಎಲ್ಲ ಕಾರ್ಯಕರ್ತ ಬಂಧುಗಳೇ, ಜನಪ್ರತಿನಿಧಿಗಳೇ, ಇಲ್ಲಿ ನೆರೆದಿರುವಂತಹ ಎಲ್ಲ ಊರಿನವರೇ, ಎಲ್ಲರಿಗೂ ಕೂಡ ನನ್ನ ಹೃತ್ಪೂರ್ವಕ ನಮಸ್ಕಾರಗಳು. ಕಳೆದ ಏಪ್ರಿಲ್ 22ನೇ ತಾರೀಕು ಭಾರತದ ಶಿರಾ ಅಂತ ಅನಿಸ್ಕೊಂಡಿರುವಂತಹ ನಮ್ಮ ಕಾಶ್ಮೀರದಲ್ಲಿ ಆದಂತಹ ದುರ್ಘಟನೆ ಬಗ್ಗೆ ಎಲ್ಲರಿಗೂ ಕೂಡ ಗೊತ್ತೇ ಇದೆ. ಆ ದುರ್ಘಟನೆಯಲ್ಲಿ ಮರಣ ಹೊಂದಿದವರು ಯಾವ ತಪ್ಪು ಮಾಡಿದ್ರು, ಎಲ್ಲಿ ಏನು ಪ್ರತಿಭಟನೆ ಮಾಡಿದ್ರು, ಯಾತಕ್ಕೋಸ್ಕರ ಅವರನ್ನ ನೀವು ಗುಂಡಿಟ್ಟು ಕೊಂದದ್ದು, ರಜೆಯ ಸಮಯದಲ್ಲಿ ಮದುವೆಯಾಗಿ ಹನಿಮುನ್ನ ಒಂದು ಸುಂದರ ಕ್ಷಣವನ್ನು ಕಡಿಬೇಕು ಅಂತ ಹೇಳಿ ಒಂದು ಕಾಶ್ಮೀರಿನ ಪಹಲ್ಗಾಮ್ ಅನ್ನುವ ಒಂದು ಸುಂದರವಾದ ಪ್ರದೇಶದಲ್ಲಿ ಹೆಂಡತಿ ಮಕ್ಕಳು ಅವರೊಟ್ಟಿಗೆ ಒಂದು ಕಾಲ ಕಳೆಯುವ ಅಂತ ಹೇಳಿ ಅಲ್ಲಿ ಬಂದ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಹೊಂಚಾಕಿಕೊಂಡು ಕಳ್ಳರಂತೆ ಬಂದು ಹೇಡಿಗಳಂತೆ ನೀವು ಯಾವುದು ತಪ್ಪು ಮಾಡದಂತಹ ಆ ಒಂದು ಜನರನ್ನು ಹುಡುಕಿ ಅದು ಕೂಡ ಸಾಯಿಸುವಾಗ ನೀವು ಕೇಳಿದ್ದು ಏನು, ನಿಮ್ಮ ಜಾತಿ ಯಾವುದು ಅಲ್ಲ, ನಿಮ್ಮ ಊರು ಯಾವುದು ಅಂತ ಕೇಳಿಲ್ಲ, ನಿಮ್ಮ ಭಾಷೆ ಯಾವುದು ಅಂತ ಕೇಳಿಲ್ಲ, ಕೇಳಿದ್ದು ಒಂದೇ, ನೀನು ಹಿಂದೂ ಅಥವಾ ಮುಸಲ್ಮಾನೋ ಅಂತ. ಹಿಂದೂ ಅಂತ ಹೇಳಿ ಗೊತ್ತಾದ ಕೂಡಲೇ ಗುಂಡಿಟ್ಟು ಕೊಂದಂಥದ್ದು, ನೇರವಾಗಿ ತಲೆಗೆ ಎದೆಗೆ ಗುಂಡಿಟ್ಟು ಕೊಂದಂಥದ್ದು. ಎಷ್ಟು ಕ್ರೂರಿ ಮನಸ್ಸು ನಿಮ್ಮದು. ಈ ಒಂದು ದುರ್ಘಟನೆ ನಡೆದ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಸನ್ಮಾನ್ಯ ಪ್ರಧಾನಮಂತ್ರಿಗಳು ಬೇರೆ ಊರಿನಲ್ಲಿದ್ರು. ತಕ್ಷಣ ತಿಳಿದ ಕೂಡಲೇ ಬಂದು ಎಲ್ಲ ಏನು ಅಲ್ಲಿ ಕಾರ್ಯಗಳು ನಡೀತಾ ಇದೆ ಅಂತ ಅದರ ಬಗ್ಗೆ ಮಾಹಿತಿ ತೆಕ್ಕೊಂಡು ಈಗ ನಮಗೆ ಕೊಟ್ಟಿರುವಂತದ್ದು ಪಾಕಿಸ್ತಾನಕ್ಕೆ ಕೊಡುವಂತ ಎಲ್ಲದನ್ನು ಕೂಡ ನಾವು ಕಟ್ ಮಾಡ್ಬೇಕು. ಕಟ್ ಮಾಡಿ ಆಯ್ತು. ಈಗ ಅಲ್ಲಿ ವಿಲ ಅಂತ ಒದ್ದಾಡ್ತಾ ಇದ್ದಾರೆ. ನೀರಿಲ್ಲ, ಹಣ ಇಲ್ಲ, ನೀರ್ ಕೊಡಿ ಅಂತ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಹಣ ಕೊಡಿ ಅಂತ ಕೇಳ್ತಾರೆ, ಎಲ್ಲೆಲ್ಲೋ ಓಡಾಡ್ತಾ ಇದ್ದಾರೆ. ನಾವು ಮನಸ್ಸು ಮಾಡಿದ್ರೆ ಒಂದೇ ಏಟಿಗೆ ಅವರನ್ನ ಕೊಂದು ಸಾಯಿಸಬಹುದಾಗಿತ್ತು. ಆದ್ರೆ ಕಷ್ಟ ಏನು, ಯಾವ ರೀತಿ ನೀವು ಸಾಯ್ಬೇಕು ಅಂತ ಹೇಳಿ ನಮ್ಮ ಪ್ರಧಾನಮಂತ್ರಿಗಳು ತೀರ್ಮಾನ ಮಾಡಿದ್ದಾರೆ. ಹಾಗಾಗಿ ನಾವು
ನಿಮ್ಗೆ ಎಚ್ಚರಿಕೆ ಕೊಡ್ತಾ ಇರುವಂತದ್ದು. ಭಾರತದಲ್ಲಿ ಇರುವಂತಹ ಎಲ್ಲ ಪಾಕಿಸ್ತಾನದ ಪೌರತ್ವವನ್ನು ಹೊಂದಿರುವಂತವರು ಯಾರೇ ಇದ್ರೂ ಕೂಡ ಹುಡುಕಿ ಅವರನ್ನು ಭಾರತದಿಂದ ಕಿತ್ತು ಎಸೆಬೇಕು ಅಂತ ಹೇಳುವಂತ ಸೂಚನೆ ಧರಣಿ ನಾವು ಮಾಡ್ತಾ ಇರುವಂತದ್ದು. ಇದು ಸೂಚನೆ ಧರಣಿ ಮಾತ್ರ. ಇದು ಹೀಗೆ ಮುಂದುವರೆದ್ರೆ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸಮಿತಿ ವತಿಯಿಂದ ಒಂದು ದೊಡ್ಡ ಮಟ್ಟದ ಒಂದು ಪ್ರತಿಭಟನೆ ನಡೀಬಹುದು. ಹಾಗಾಗಿ ಎಚ್ಚೆತ್ತುಕೊಳ್ಳಿ ಅಂತ ಮಾತ್ರ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳ್ತಾ, ಈ ಒಂದು ಧರಣಿ ಕಾರ್ಯಕ್ರಮ ಆದ ನಂತರ ಒಂದು ಮೆಮೊರಂಡಮ್ ಅನ್ನು ನಾವು ಡಿವೈಎಸ್ಪಿಗೆ ನೀಡ್ತಾ ಇದ್ದೇವೆ. ಒಂದು ಸೂಚನೆಯ ಮೆಮೊರಂಡಮ್ ಅಂತ ಹೇಳ್ಬಹುದು. ಸೊ ನಾನು ಹೆಚ್ಚಾಗಿ ಮಾತಾಡ್ಲಿಕ್ಕೆ ಹೋಗುದಿಲ್ಲ. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟನೆ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ನಾವು ನಮ್ಮ ಮಾಜಿ ರಾಜ್ಯಾಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಸುರೇಂದ್ರ ಅಂತ ಕೇಳ್ಕೊಳ್ತಾ ನನ್ನ ಮಾತುಗಳಿಗೆ ವಿರಾಮ ಕೊಡ್ತಾ ಇದ್ದೇನೆ. ಜೈ ಭಾರತ್ ಮಾತೆ. ഈ പ്രതിഷേധ സായാഹ്നത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ML അശ്വിനി, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ശ്രീകാന്ത്, രവീശ്ചന്ദ്ര കുണ്ടാർ, ശ്രീ ബാലാജ് ഷെട്ടി, വി രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, സവിത ടീച്ചർ, KK നാരായണൻ, PR സുനിൽ, മനുലാൽ, ബാബുരാജ്, സന്നിഹിതരായിട്ടുള്ള മറ്റ് മുതിർന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ശ്രീ KK നാരായണൻ അവറുകളും ശ്രീമതി അശ്വിനിയും ഇത്തരത്തിലുള്ള ഒരു ധർണ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കടുത്ത നടപടികളിലേക്ക് നമ്മുടെ രാജ്യം ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഭീകരാക്രമണം നടന്ന ഉടനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവരെല്ലാവരും നമ്മുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റിന്റെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുകയും ഇത് പാകിസ്ഥാന്റെ അവസാനത്തെ ഭീകരാക്രമണമായിരിക്കണം, ഇന്ത്യയിൽ ഇനി അവർക്ക് ഒരു ഭീകരാക്രമണവും നടത്താൻ സാധിക്കാത്ത വിധം അവർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഒരു സുചിന്തിതമായിട്ടുള്ള തീരുമാനമെടുത്തു. തൊട്ടടുത്ത ദിവസം രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംയുക്തമായിട്ടുള്ള യോഗം ദില്ലിയിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായത്തോടുകൂടി കടുത്ത നടപടികൾ പാകിസ്ഥാനെതിരായി നമ്മുടെ രാജ്യം തുടങ്ങിക്കഴിഞ്ഞു. ഭീകരരെ അവരുടെ മടയിൽ തന്നെ ചെന്ന് കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുന്ന രീതിയാണ് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ രാജ്യത്ത് എല്ലാ ഭീകരാക്രമണങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവിടെയും അത് തന്നെ സംഭവിക്കും. അത്തരത്തിലുള്ള ഒരു കേവലമായ മറുപടിയല്ല. പാകിസ്ഥാൻ ഇനി ഉയർത്തെഴുന്നേറ്റ് വരാൻ വയ്യാത്ത വിധം അവരെ സാമ്പത്തികമായും അവരുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അവർക്ക് ലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പ്രത്യാക്രമണത്തിനാണ് നമ്മുടെ രാജ്യം പരിശ്രമിക്കുന്നത്. അത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തന്നെ സംശയമില്ല. ആ കൂട്ടത്തിൽ ഒരു കാര്യം, 29-ാം തീയതി ആവുമ്പോഴേക്കും, ഏപ്രിൽ മാസം 29-ാം തീയതി ആവുമ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ പാക് പൗരന്മാരെയും ഭാരതത്തിൽ നിന്ന് തിരിച്ചയക്കാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. വിസിറ്റിംഗ് വിസയിൽ വന്നവരെ വേഗത്തിലും മെഡിക്കൽ വിസയിൽ വന്നവർക്ക് കുറച്ചൊരു കാലതാമസത്തിലും, ലോങ് വിസയിൽ നേരത്തെ വളരെ ദീർഘകാലത്തേക്കുള്ള വിസയിൽ വന്നവർക്കുള്ള എല്ലാം ഒരു അൾട്ടിമാറ്റം ഓരോ ദിവസവും നമ്മൾ വെക്കുകയുണ്ടായി. ആഭ്യന്തരമന്ത്രി തന്നെ എല്ലാ മുഖ്യമന്ത്രിമാരെയും നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ കാര്യം കർശനമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. നിർഭാഗ്യവശാൽ കേരളത്തിൽ പാകിസ്ഥാൻ
പൗരന്മാരെ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ പതിവ് പോലെ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ പൗരന്മാര് ദീർഘകാല വിസയിൽ വന്നവരും വിസിറ്റിംഗ് വിസയിൽ വന്നവരും മെഡിക്കൽ വിസയിൽ വന്നവരുമായിട്ട് ഏതാണ്ട് 150ഓളം പാകിസ്ഥാൻ പൗരന്മാർ കേരളത്തിലുണ്ട്. അവര് അതീവ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച ആളുകൾ ഒഴിച്ച് 145 പാക് പൗരന്മാരെ നമ്മൾ തിരിച്ചയക്കേണ്ടതാണ്. എന്നാൽ ഈ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് നാമമാത്ര ആളുകളായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ തിരിച്ചു പോയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളെ ഇവിടെ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് പിണറായി വിജയൻ സർക്കാർ ഒരുക്കുന്നത്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഈ ഭീകരാക്രമണം കഴിഞ്ഞതിന് ശേഷം എടുത്ത നിലപാടുകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് വളരെ ആസൂത്രിതമാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഭീകരാക്രമണം നടന്ന പിറ്റേ ദിവസം കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ ഭർത്താവ് റോബർട്ട് വധേര പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി, പാകിസ്ഥാൻകാരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും. ആ വിഡ്ഢി കൂഷ്മാണ്ഡം പറഞ്ഞത് കാശ്മീരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്.